കോഴിക്കോട് പേരാമ്പ്രയിൽ CPIM പ്രവർത്തകന് വെട്ടേറ്റു. CPIM പ്രവർത്തകനായ ദിനേശനാണ് വെട്ടേറ്റത്. 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. അജി കുഞ്ഞുമോനുണ്ട് ഇപ്പോൾ കോഴിക്കോട്. നജീദ്, ആരാണ് ആക്രമിച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അജി? ഡോക്ടർ ഉന്മേഷ്, ഈ 3 അംഗ സംഘം ബൈക്കിലെത്തിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ മേഖലയിൽ BJP CPM സംഘർഷം കുറച്ച് നാളുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. അന്ന് BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതി കൂടിയായിരുന്നു ഈ ഇന്ന് വെട്ടേറ്റ കടിയങ്കാട് മുത്തവൺചായിൽ ദിനേശൻ എന്ന ആൾ. ഇദ്ദേഹത്തിന് പേരാമ്പ്രയിൽ, അത് ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു പൂജാ ദ്രവ്യങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് നടത്തുന്നത്. അപ്പോൾ ആ കടയടച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ ബൈക്കിലെത്തിയ 3 അംഗ സംഘം ഈ ദിനേശിനെ വെട്ടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേഖലയിൽ BJP ഒപ്പം തന്നെ CPM പ്രവർത്തകർ തമ്മിൽ ഒരു വാക്കേറ്റവും സംഘർഷവും ഒക്കെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. അന്ന് BJP പ്രവർത്തകന്റെ കൈക്ക് ഇടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി കൂടിയാണ് ദിനേശൻ. ഏതായാലും ദിനേശന് സാരമായ പരിക്കുകൾ തന്നെ ഉണ്ട്. ആദ്യം പേരാമ്പ്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ദിനേശിനെ മാറ്റിയിരിക്കുന്നത്. മുൻപ് ആക്രമിച്ചത്, അതായത് BJP പ്രവർത്തകനെ ആക്രമിച്ചതിനുള്ള വൈരാഗ്യമാണോ ഇത്തരത്തിലുള്ള അക്രമത്തിൽ, ഇന്ന് നടന്ന അക്രമ സംഭവത്തിന് പിന്നിൽ എന്നുള്ള സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ദിനേശിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ ഒരു അക്രമ സംഭവം നടക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.